പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ അങ്ങനെ ചെയ്തപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ചയുടെ പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. പത്രോസിൻ്റെ പടകിലേക്ക് കയറട്ടെ എന്ന് അനുവാദം ചോദിച്ച് പത്രോസിൻ്റെ പടകിലേക്ക് യേശു കയറിയപ്പോൾ ആ പടകിനകത്ത് കണ്ടത് ഒരു ശൂന്യതയുടെ അനുഭവമായി. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശനായി പടക് കരയോടടുപ്പിച്ച് വല കഴുകി ഒരിടത്ത് മാറ്റി വെച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന പത്രോസ്, നിരാശയോടെ നിൽക്കുന്ന ഒരു പത്രോസ്, ശൂന്യമായ കരങ്ങളാൽ നിൽക്കുന്നതായ പത്രോസ്, പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിൽക്കുന്നതായ പത്രോസ്, കണ്ണുകൾ അടഞ്ഞു പോകത്തക്ക നിലയിൽ ഹൃദയത്തിനകത്ത് വേദന കൊണ്ട് പുളഞ്ഞ് കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകത്തക്ക സാഹചര്യത്തിലേക്ക് തകർന്നു നിൽക്കുന്നതായ ഒരു പത്രോസിൻ്റെ രംഗം നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ യേശു പത്രോസിൻ്റെ പടകിൽ ഇരുന്നു കൊണ്ട് വചനം സംസാരിച്ചതിന് ശേഷം പത്രോസിനോട് യേശു പറയുന്നു, നീ പടകിൻ്റെ വലത്തു ഭാഗത്ത് വലയിറക്കാൻ പറയുക. ദൈവത്തിന് അവിടെ അതിൻ്റെ 4-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. ഇതുവരെ ആരും പറയാത്തതായ ഒരു വാക്ക്, ഇതുവരെ ആരും തന്നോട് മനസാക്ഷിയോടുകൂടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ ഇടപെട്ട് പറയാത്ത ഒരു വാക്കാണ് പത്രോസ് കേട്ടത്. നിരാശയോടെ നിൽക്കുന്നതായ പത്രോസിനോട് യേശു പറയുക, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവാൻ. നമ്മൾ വായിച്ച ആ വേദഭാഗത്ത് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. അവർ അങ്ങനെ ചെയ്തു. എങ്ങനെ? യേശു പറഞ്ഞതുപോലെ ചെയ്തു. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, യേശു പറയുന്നത് പോലെ ചെയ്താൽ നമുക്ക് അനുഗ്രഹം കിട്ടും. നമുക്കൊക്കെ ആഗ്രഹമുള്ളൊരു കാര്യമാണ് അനുഗ്രഹം എന്നുള്ളത്. ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുതലുണ്ടാകണം, മാനസിക തകർച്ചയിൽ നിന്നും നമുക്ക് സന്തോഷമുണ്ടാകണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ ആ കാര്യങ്ങൾ നടക്കാതെ പോകുക. അതിൻ്റെ കാരണം എന്താണ്? യേശു പറഞ്ഞ പോലെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പത്രോസ് മീൻപിടുത്തത്തിൽ വളരെ ഗ്രാഹ്യമുള്ളവനായിരുന്നു. ഈ കടലിനകത്ത് എവിടെ വലയെറിഞ്ഞാൽ എങ്ങനെ വലയിറക്കിയാൽ ഒക്കെ മീൻ കിട്ടുമെന്ന് അറിയാവുന്ന പത്രോസ് ഒരു നിമിഷത്തേക്ക് തൻ്റെതായ ബുദ്ധിവൈഭവത്തെ താൻ സമർപ്പിച്ചിട്ട് യേശുനാഥന്റെ വാക്ക് കേൾക്കുവാനായി തന്റെ ചെവി കൊടുക്കുന്ന ഒരു പത്രോസിനെ കാണാൻ സാധിക്കും. വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് നേടുന്നതിന് ഒരു പരിമിതിയുണ്ട്. നമ്മുടെ കഴിവ് കൊണ്ട് നാം നേടുന്നതിന് ഒരു പരിമിതിയുണ്ട്. എന്നാൽ അതിനപ്പുറമായി ബുദ്ധിയുടെ പ്രമാണമല്ല, അതിനപ്പുറമായി ആത്മാവിന്റെ പ്രമാണത്താൽ, അർത്ഥാൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളോട് സംസാരിക്കുന്ന വചനത്തിന് കീഴ്പ്പെട്ട് അനുസരിച്ച് നാം എന്ത് ചെയ്താലും അതിന്മേൽ ദൈവത്തിന്റെ മറുപടി നമുക്ക് കാണുവാൻ സാധിക്കും. അവന്റെ വാക്ക് കേട്ട് അവർ വലയിറക്കിയപ്പോൾ ലഭിച്ച റിസൾട്ട് എന്താണ്? പെരുത്ത മീൻകൂട്ടമാണെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുനാഥന്റെ വാക്ക് കേട്ട് നിങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യുക. യേശുവിന്റെ വാക്കനുസരിച്ചുള്ള ഒരു ആരാധന. ഇന്നത്തെ പകൽക്കാലം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ മാനുഷികമായ വാക്കുകളിലല്ല നമ്മുടെ ആരാധന പോകേണ്ടത്. പൗലോസ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: എൻ്റെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അതാ ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവപ്രസാദകരമായ കാര്യമാകണം. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ഒന്നും ചെയ്യരുത്. ചിലപ്പോൾ നമ്മൾ ആരാധിക്കുന്നത് ആ ലീഡ് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കരമടിച്ചൊന്ന് പാടുന്നതൊക്കെ
അവിടെ വരുന്നവരുടെ മുമ്പിൽ നമ്മളെ ഒന്ന് 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 കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടൊന്നും റിസൾട്ട് കിട്ടുന്നില്ല. യേശുവിന്റെ വാക്ക് കേട്ട് അവർ ആഴത്തിലേക്ക് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം പത്രോസിനും കൂട്ടാളികൾക്ക് ലഭിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് എന്നോട് പറയുന്നു, നിങ്ങൾ യേശുവിന്റെ വാക്ക് കേട്ട് ജീവിക്കുക, യേശുവിനെ അനുസരിക്കുക, യേശുവിനെ സ്നേഹിക്കുക, യേശുവിന്റെ മാറോട് ചേർന്നിരിക്കുക. മാനുഷിക ബുദ്ധിയേക്കാൾ അധികമായി ദൈവത്തിന്റെ ബുദ്ധിയുടെ പ്രമാണം നിങ്ങളിൽ കൊണ്ടുവന്ന് വിശ്വാസത്തിലും വിശുദ്ധിയിലും വേർപാടിലും സമർപ്പണത്തിലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകും. ആകയാൽ ഈ പകൽക്കാലം ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം കൊണ്ട് വലയിറക്കിക്കാട്ടെ. ആരാധനയ്ക്ക് പോകുന്നതിന് മുൻപേ ഈ വചനം കേട്ടിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, ഇന്നത്തെ നിങ്ങളുടെ ആരാധന മാനുഷിക ബുദ്ധിയാലല്ല, ദൈവത്തിന്റെ വചനാനുസരണമുള്ള ഒരു ആരാധന നിങ്ങൾ കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ സഭാരാധനയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹം ചെയ്യും. ഇല്ല, ആരാധനയ്ക്ക് പോകാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ, മറ്റൊരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ചെയ്യുന്നതെല്ലാം പ്രാർത്ഥനയോടും സമർപ്പണത്തോടും ദൈവിക സമർപ്പണത്തോടും കൂടിയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് ലഭിക്കും. ആകയാൽ ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. പത്രോസേശിന് വാക്ക് കേട്ട് ആഴത്തിലേക്ക് വലയിറക്കി പെരുത്ത മീൻകൂട്ടം ലഭിച്ചതുപോലെ ഇന്ന് പകൽക്കാലം സർവകൃപാലുവായ ദൈവം നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകി നിങ്ങളെ മാനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.